എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹസീനയും ഡോക്ടർ ഇഷിതയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹസീന പറഞ്ഞു, അതെ, എനിക്ക് ശോഭിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഡോക്ടർക്ക് അറിയാലോ, ഒരു കാരണവശാലും എന്റെ ചക്കിമോളെ അയാളെ തമ്മിൽ ഡോക്ടർ അടുപ്പിക്കരുത്. എന്റെ ചക്കിമോളെ എനിക്ക് വേണം. ഒരു കാരണവശാലും അവൾക്കൊരു കുഴപ്പം സംഭവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. ഡോക്ടർക്ക് അറിയത്തില്ലാത്തോണ്ടാ. അയാൾ ശരിക്കും എന്നെ പ്രണയിക്കുകയായിരുന്നില്ല. പ്രണയിക്കുവാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സ്ത്രീയെ പീഡിപ്പിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഡോക്ടറിന് എന്റെയും കുഞ്ഞിനെ വഴിയെ വരില്ലെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചോദിച്ചു, അല്ല അങ്ങനെ ഹസീനയ്ക്ക് തോന്നുന്നുണ്ടാവും, ഒരു പക്ഷേങ്കില് ശോഭ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. ഏയ്, എനിക്ക് ഉറപ്പുണ്ട് ഡോക്ടറെ, ശോഭ അങ്ങനെ ചെയ്താണ്. പിന്നീട് തന്റെ കയ്യിലിരിക്കുന്ന ഒരു വളയും എടുക്കുവാണ്. അത് ശോഭി ചക്കിമോൾക്ക് കൊടുത്താണ്. അതെ, ഡോക്ടർ ഇത് കൊണ്ടുപോയി അയാൾക്ക് തന്നെ തിരികെ കൊടുത്തേക്കണം. എനിക്ക് എന്റെ കുഞ്ഞിനോ ഇതിന്റെ കാര്യമില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഹസീനെ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുമ്പോ ഡോക്ടർക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കയറി വരികയാണ്. ഈ സമയത്ത് MDയുടെ അരിയിലേക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹേന്ദ്ര വർമാജി വരുവാണ്. അങ്ങനെ അയാളെ കണ്ടപ്പത്തിന് പറഞ്ഞു, ആഹാ വർമാജിയോ വരണമെന്ന് പറയാണ്. അല്ല, എന്ത് പറ്റി? അതെ, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കുന്നതിനെ പറ്റി. അപ്പൊ അതിനൊരു തീരുമാനമായെന്ന് പറയാ. ഇത് കേട്ടത് MD പറഞ്ഞു, ആഹാ കൊള്ളാതെ, നല്ല കാര്യമാണല്ലോ. ഡോക്ടർ ഇഷിത ഇതിനെക്കുറിച്ചൊക്കെ മുമ്പ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, ഈ ഹോസ്പിറ്റലിൽ പല പല കച്ചവടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേങ്കില് ഡോക്ടർ ഇഷിതയുടെ ഇടപെടൽ മൂലം എനിക്ക് കുറെ മാനസാന്തരങ്ങളൊക്കെ കൈവന്നിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പറയണം. പിന്നെ ഡോക്ടർ പറഞ്ഞു, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് കുറച്ചു നാൾ ജീവിക്കാൻ വേണ്ടിയാ. ഈ ഭൂമി എന്താന്ന് നമ്മൾ അറിയും. ആ സമയത്ത് വെറുതെ എന്തിനാ നമ്മള് ഇല്ലാത്ത കാര്യങ്ങൾ, ഈ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കടന്ന് മരിക്കേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർ എന്നൊക്കെ പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഡോക്ടർ ഇഷിത അങ്ങോട്ട് കയറി വരുവാണ്. ഇഷിതനെ കണ്ടതും MD പറഞ്ഞു, ആഹാ വന്നല്ലോ, നമ്മുടെ ഡോക്ടർ വന്നല്ലോ എന്ന് പറയണം. ഇതേ വർമാജി സാറ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കാൻ വേണ്ടി വന്നതെന്ന് പറയണം. ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇഷിതയ്ക്ക്. ഇഷിത പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറ്. ഞാൻ പലവട്ടം ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചാണ്. സാറിനെ ഞാൻ പലവട്ടം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സാറിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് പറയാം. അതെ 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 ഡോക്ടർ, ഞങ്ങൾ ട്രസ്റ്റ് നടത്തിയ ചില മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് ടീയെ പോലും വാങ്ങാതെയാ ഡോക്ടർ പോയത്. അന്നേ എനിക്ക് മനസ്സിലായിരുന്നു ഡോക്ടർക്ക് ഒരിക്കലും ഒരു പൈസയുടെ ഒരാർത്തിയുള്ള മനുഷ്യസ്ത്രീയല്ല. കാരണം രോഗികൾ അവരെത്രയും പെട്ടെന്ന് ചികിത്സിച്ച് അവരെ ഭേദമാക്കാനായിട്ടാണ് ഡോക്ടർ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടറിൽ എനിക്ക് അന്നു മുതലേ നല്ലൊരു മതിപ്പുണ്ടായിരുന്നൊക്കെ പറയാം. പിന്നീട് ഡോക്ടർ പറഞ്ഞു, അതെ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവാണ്. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വർമാജി പറഞ്ഞേ, ഡോക്ടർക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഡോക്ടറോട് ഒരു കാര്യം പറയാന്ന് പറയണം. ഇത് കേട്ടതും ഇഷിത ചോദിച്ചു, അല്ല എന്താ സാർ, എന്താ കാര്യം? അതെ, ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ചീഫ് ഡോക്ടറായിട്ട് ഡോക്ടർ ഇഷിതേനെ തീരുമാനിച്ചിരിക്കുവാന്ന് പറയണേ. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഇഷിത പറഞ്ഞു, ഞാനോ? എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള എത്രയോ ഡോക്ടേഴ്സ് ഈ ഹോസ്പിറ്റലുണ്ട്. പിന്നെ എന്തിനാ ഡോക്ടർ ഞാനെന്ന് ചോദിക്കണം. അതിലൊന്നും ഒരു കാര്യമില്ല, സീനിയോറിറ്റിയിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വർക്കില്, നമ്മുടെ ആത്മാർത്ഥയില്, അതിലാണ് കാര്യം. കുറെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അതിലുള്ള നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കണ്ടേ. ആ കാര്യത്തിൽ 100% ഡോക്ടർ വിജയിച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ തന്നെ തീരുമാനിച്ചിരിക്കുക എന്ന് പറയാണ്. ഇത് കേട്ടതും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ ഡോക്ടർക്ക് തോന്നി. പിന്നീട് മഹേഷ് കമ്പനിയിലേക്ക് വരുവാണ്. അങ്ങനെ കമ്പനിയിലേക്ക് വന്നിരുന്ന സമയത്ത് മഹേഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. വിളിച്ചിട്ട് ചോദിച്ചു, താനൊരു അച്ഛനാണോടോ? സ്വന്തം മകളെ നോക്കാൻ പറ്റാത്ത താൻ എവിടുത്തെ CEO ആടോ? തന്നെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം വിളിച്ചിട്ട് പറയണം. മഹേഷിന് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ സ്റ്റാഫുകൾക്കിടയിൽ തന്നെ അവിടെ അടക്കം പറിച്ചിട്ടുണ്ട്. സ്വന്തം മോളെ നോക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അടക്കം പറയുന്ന മഹേഷിന് ചെവി കേട്ടു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇങ്ങനെ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നീട് മഹേഷ് ആകെപ്പാടെ ടെൻഷനോട് കൂടി ഒരു ക്യാബിനകത്തേക്ക് വരുവാണ്. അങ്ങനെ ക്യാബിനകത്ത് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും വിവേക് അങ്ങോട്ട് വന്നു. വിവേക് വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. എനിക്ക് എന്റെ മകളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവളെ തട്ടിയെടുക്കാനായിട്ടാണ് രചന ശ്രമിക്കുന്നതെന്നൊരു തോന്നലുണ്ടെന്ന് പറയണം. സാരമില്ല, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഡോക്ടർ ഇഷിത എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തതെന്ന് മാത്രം അറിയത്തില്ലാത്തോളെന്ന് പറയണം. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു,
ഒരു പക്ഷേങ്കിൽ എൻ്റെ മോളെ തട്ടിയെടുക്കാൻ പറ്റണോ? എല്ലാവരും കൂടി കൂടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു ഇന്റർവ്യൂ ആണ്. ഇതിനകത്ത് എൻ്റെ മോളും ഞാനും കൂടെ പെടുമെന്ന് എനിക്ക് തോന്നേ. സാരമില്ലടാ, പോട്ടെ. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മഹേഷിനെ ആശ്വസിപ്പിച്ചിട്ടാണ് വിവേക് പോകുന്നത്. പിന്നീട് വൈകുന്നേരം ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇന്ന് വൈകുന്നേരമാണ് ഔട്ടിങ്ങിന് പോകാന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചിപ്പിമോള് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വരുവാണ്. റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി വന്നു പറഞ്ഞു, മോള് ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടല്ലോ. പിന്നല്ലാതെ. ആ സമയം മഞ്ജരി വന്നിട്ട് പറഞ്ഞു, അതെ ഇങ്ങോട്ട് വാ, ഞാൻ മുടി ഇരി തരാന്നൊക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ ചീവി കൊടുക്കുവാണ്. സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സുന്ദരി അല്ലാതിരിക്കോ? എൻ്റെ ഡാഡിയുടെ മോളല്ല ഞാന്. എൻ്റെ ഡാഡി ഇപ്പൊ നല്ല സൂപ്പർ ഡാഡിയല്ലേ. ആ ഡാഡിയുടെ മോള് മോശമാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ഡാഡിയുടെ കൂടെ ഞാനിന്ന് ഔട്ടിങ്ങിന് പോവല്ലേ എന്ന് പറയണം. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് സ്വപ്നവല്ലി നേരെ രാമന്റെ അടുത്തേക്ക് എല്ലുവാണ്. രാമൻ പറഞ്ഞു, ആഹാ ഇതെന്താ നീ ഇത് കല്യാണപ്പെണ്ണായിട്ട് ഒരുങ്ങിയേക്കാന്നല്ലോ ഒരുങ്ങിയിരിക്കുന്നത്. അത് പിന്നെ പുറത്തേക്ക് പോവല്ലേ എൻ്റെ രാമ. ദേ അപ്പുറത്തെ 117 ആ പ്രൊഫസർ എന്നോട് പറഞ്ഞു സ്വപ്നവല്ലിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ചെറുപ്പക്കാരിയാന്ന്. ഇത് കേട്ടതും രാമൻ ചോദിച്ചു, അപ്പൊ എന്താ അയാളുടെ ഒപ്പം പോകാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്താ രാമ, ഞാൻ പോകുന്നങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നാ രക്ഷപ്പെട്ടെന്ന് പറയാ, എന്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയാ. അയ്യടാ, അങ്ങനെ രാമൻ ഇപ്പം രക്ഷപ്പെടണ്ടെന്ന് പറയണം. അപ്പത്തേനും ചിപ്പിമോൾ ഓടി വന്നു. അതെ, ചിപ്പിമോൾ സുന്ദരിയായെന്ന് ചോദിക്കും. പിന്നെ എന്റെ ചിപ്പിമോൾ എപ്പോഴും സുന്ദരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു. മഹേഷിനെ കണ്ടതും ചിപ്പിമോൾ അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. എന്നിട്ട് ചിപ്പിമോള് മഹേഷിന്റെ അടുത്ത് നിന്നോട് പറഞ്ഞു, എന്നെ എടുക്ക് ഡാഡി എന്ന് പറയണം. അതെ ഡാഡി എടുക്കാട്ടോ, ഡാഡി ഒന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ, നമുക്ക് പുറത്ത് പോകണല്ലേ നിൽക്കും. അതെ ഡാഡി ഇന്ന് പുറത്തു കൊണ്ടും സിനിമ കാണിക്കും, പാർക്കിൽ പോവും. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാം ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം അവർ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു, എനിക്ക് നല്ല പേടിപ്പിക്കുന്ന മൂവി കണ്ടാൽ മതി, അതിനോട് എനിക്ക് താല്പര്യം എന്ന് പറയണം. രാമൻ പറഞ്ഞു, കാണുകയൊക്കെ ചെയ്യും, എന്നിട്ട് രാത്രി കിടന്ന് നിലവിളിക്കല്ലേ സ്വപ്നവല്ലി എന്ന് ചോദിക്കും. പിന്നെ അങ്ങനെയൊന്നും ഇല്ല രാമാന്ന് പറയാണ്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി ഒന്ന് കാറിലേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോഴത്തേനാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു കാറിൽ അങ്ങോട്ട് വന്നിട്ട് രചന ഇറങ്ങുന്നേ. രചനയെ കണ്ടതും ഒരു നിമിഷം മഹേഷിനൊരു സംശയം ഉണ്ടായി. പെട്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞു, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്ന്? രാമൻ പറഞ്ഞു, ഈ വരവ് എന്തോ അത്ര നല്ലതിനാന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് മഹേഷ് രചനയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുവാണ്. നീ എന്താ ഇവിടെയെന്ന് ചോദിക്കാം. എനിക്കെന്താ ഇങ്ങോട്ട് വന്നുകൂടെ, ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നാന്ന് പറയണ. നിന്റെ മോളോ? ഏത്? ഓഹോ, നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ മോളെ കൊണ്ടുപോകാനാ ഞാൻ വന്നേന്ന് പറയണം. ആ സമയത്താണ് ഡോക്ടർ ഇഷിത അങ്ങോട്ട് വരുന്നത്. അവര് വന്ന് ഇറങ്ങുമ്പോഴത്തേനും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതെങ്ങനെ നിന്റെ മോളോ? 5 വർഷക്കാലമായിട്ട് നീ തിരിഞ്ഞു നോക്കിയില്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കണം. എന്നാലും എൻ്റെ മോളല്ലാതെ ആവുന്നില്ലോ എന്ന് പറയണം. പെട്ടെന്ന് മഹേഷ്, നിനക്ക് കൊണ്ടാൻ ധൈര്യമുണ്ടെ നീ കൊണ്ടാൻ പറയണേ. എന്റെ ധൈര്യത്തിൽ ചോദ്യം ചെയ്യാൻ നിങ്ങളായിട്ടില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ അവളെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് നേരെ കാറിനടുത്തേക്ക് നീങ്ങുവാണ്. അപ്പൊ ചിപ്പി കാറിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിപ്പിയുടെ അടുത്തേക്ക് എന്നിട്ട് ചിപ്പിനെ കയ്യെ പിടിച്ചങ്ങ് വലിച്ച് പുറത്തേക്ക് ഇറക്കി കഴിയുമ്പോഴത്തേനും സ്വപ്നവല്ലി, നീ എന്താ ഈ കാണിക്കണേന്ന് ചോദിക്കണം. ഞാൻ എന്താ കാണിക്കണം നിനക്ക് മനസ്സിലായില്ലേ? എന്റെ കുഞ്ഞിനെ കൊണ്ടാനായിട്ട് വന്നിരിക്കുവാന്ന് പറയണം. നിന്റെ കുഞ്ഞോ? അതെങ്ങനെ നിന്റെ കുഞ്ഞാം? ഓഹോ, അപ്പൊ നിങ്ങളുടെ മകന് മഹേഷ് നിങ്ങളുടെ മകനില്ലെന്ന് വെക്കുക. അതെ, അതുപോലെ തന്നെ ഇതെന്റെ മകളാന്ന് പറയണേ. ഇതിനെ കൊണ്ടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയണം. അങ്ങനെ കയ്യെ പിടിച്ചോണ്ടങ്ങ് വലിച്ചോണ്ട് പോകാൻ നേരം ആയപ്പോഴത്തേനും പെട്ടെന്ന് മഹേഷ് അങ്ങോട്ട് വന്നു. മഹേഷ് ഒന്ന് അവളെ അങ്ങ് തള്ളി മാറ്റിയിട്ട് ചിപ്പിനെ അങ്ങോട്ട് പിടിക്കുവാണ്. അവളെ തള്ളി മാറ്റി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവളങ്ങോട്ട് തെറിച്ചങ്ങോട്ട് പോവാണ്. അങ്ങനെ കറങ്ങിപ്പോയി നിന്ന് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നു നിന്നു. പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക്, അതിന്റെ ബോണറ്റിലേക്കാണ് അവൾ പോയി നിൽക്കുന്നത്. പെട്ടെന്ന് SI രഘുലാൽ അങ്ങോട്ട് ചാടി ഇറങ്ങുവാണ് മഹേഷിന്റെ അടുത്തേക്ക്. അപ്പത്തേനും ഒരു അഡ്വക്കേറ്റ് അങ്ങോട്ട് വന്നു. അഡ്വക്കേറ്റ് വന്നിട്ട്, അതെ ബാലാവകാശ കമ്മീഷന്റെ വനിതാ കമ്മീഷന്റെ ഓർഡർ ഉണ്ട്. ഇതേ ഈ കുട്ടീനെ, ചിപ്പി എന്ന് പറയുന്ന ഈ ഋതുവിനെ അതിന്റെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, അതൊന്നും നടക്കത്തില്ല സാറെന്ന് പറയണം. SI പറഞ്ഞിട്ട് പറഞ്ഞു, അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മഹേഷേ, ഇത് ഓർഡറാണ്, അനുസരിച്ചേ പറ്റുള്ളൂ. നിനക്കിനിത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതി പോകാന്ന് പറയണേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് പറയണേ. ഈ സമയം ചിപ്പിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ. സ്വപ്നവല്ലി വന്നിട്ടുണ്ട്, സാറേ ഇവള് കുഞ്ഞിന് 6 മാസമായപ്പോ ഇട്ടിട്ട് പോയതാ, എന്റെ കുഞ്ഞാത്, എന്റെ പേരക്കുഞ്ഞാ, എനിക്ക് ഇവളെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയണ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞിനെ കൈമാറാനായിട്ടുള്ള ഓർഡർ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് രചനയോട് പറയാ. രചനയാണെങ്കിൽ കുഞ്ഞിനെ കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേന് ചിപ്പിമോള്, അതെ എന്നെ ഉപേക്ഷിക്കല്ലേ ഡാഡി, എനിക്ക് പോവണ്ടാന്ന് പറഞ്ഞ് അല്ലറി കരയാണ് അവിടെ കിടന്നുകൊണ്ട്. ഈ കരച്ചിൽ കേട്ടപ്പോൾ ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അങ്ങനെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും
ഇഷിതയുടെ അടുത്തേക്ക് മഹേഷ് അങ്ങോട്ട് വന്നു. മഹേഷ് വന്നിട്ട് പറഞ്ഞു, എന്റെ ചോരയാ പോന്നെ, എന്റെ ആത്മാവാ. അവൾക്ക് എന്തെങ്കിലും പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എനിക്ക് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല, നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.